ഒരുപക്ഷെ സുരേന്ദ്രന്റെ ഈ രാജ്യസന്നദ്ധത ഇത്തരത്തിൽ തനിക്ക് എതിരെ ഉയരുന്ന ആരോപണങ്ങളെ അല്ലെങ്കിൽ തൻ്റെ പദവി ലക്ഷ്യമാക്കി ഉയരുന്ന ആരോപണങ്ങളെ ചെറുക്കാനുള്ള നീക്കം കൂടിയാണ് എന്ന് വിലയിരുത്തേണ്ടി വരും. പക്ഷേ അപ്പോൾ സുരേന്ദ്രൻ ഇതിനെ ഉന്നയിക്കുമ്പോൾ തൻ്റെ ഈ രാജി തോൽപ്പിക്കാനുള്ള ഈ ശ്രമം സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കൂടി മാത്രമായിരുന്നില്ല, തൻ്റെ പദവി കൂടി ലക്ഷ്യമിട്ടാണ്, തൻ്റെ കസേര കൂടി ലക്ഷ്യമിട്ടാണ് എന്നുള്ള വാദം കേന്ദ്രത്തെ അറിയിക്കുകയാണ് സുരേന്ദ്രൻ ചെയ്തിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്നിലധികം ദേശീയ നേതാക്കളുമായി സുരേന്ദ്രൻ സംസാരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കണക്കുകൾ മുൻനിർത്തിക്കൊണ്ട് സുരേന്ദ്രൻ അവിടെ ധരിപ്പിച്ചിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും ഒരു ജയത്തിനുള്ള പോരാട്ടമായിരുന്നു, ജയിക്കേണ്ടിയിരുന്ന മണ്ഡലമാണ്. പക്ഷേ ഇത് ശോഭാ സുരേന്ദ്രൻ അനുകൂലികളും അതിനൊപ്പം പാലക്കാട് നഗരസഭയിലെ ചില കൗൺസിലർമാരും ചേർന്ന് വിജയം അട്ടിമറിക്കുകയായിരുന്നു എന്നാണ് അതിൻ്റെ കണക്കുകൾ, വാർഡിലെ കണക്കുകളടക്കം നിരത്തിക്കൊണ്ട്, ബൂത്ത് കണക്കടക്കം നിരത്തിക്കൊണ്ടാണ് സുരേന്ദ്രൻ ഉന്നയിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം നഗരസഭാ ഭരണം പൂർണ്ണമായിട്ടും ജനവിരുദ്ധമായി മാറിയിരുന്നു എന്നുള്ളൊരു വാദവും സുരേന്ദ്രൻ ഉന്നയിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഈ യൂസേഴ്സ് ഫീ, അതായത് ഓരോ കച്ചവടക്കാരനും 300 രൂപ യൂസേഴ്സ് ഫീ കൊടുക്കണമെന്നുള്ളത്. ഏതാണ്ട് 4000 കച്ചവടക്കാർ, സ്വാഭാവികമായിട്ട് ഒരു കുടുംബം കൂടി എതിരാവുന്നതോടുകൂടി 12,000-ഓളം വോട്ടുകളെങ്കിലും ഒരു പാലക്കാട് നഷ്ടപ്പെട്ടിട്ടുണ്ടാകണം. ഒരുപക്ഷെ അതിൽ BJP-കാരായ ആളുകളുണ്ടെങ്കിൽ അവരുടെ വോട്ടും കൂടി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അത്തരത്തിൽ വലിയ രീതിയിൽ പാലക്കാട് നഗരസഭാ ഭരണം ജനവിരുദ്ധമായി മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഉല്ലേഖിക്കുന്നു. ഇതൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ആസൂത്രിതമായ നീക്കമാണ് നടന്നതെന്നുള്ളതാണ് സുരേന്ദ്രൻ്റെ പ്രധാനപ്പെട്ട വാദം. ആ വാദത്തെ മുൻനിർത്തി അന്വേഷണം നടത്തി ഈ ആളുകൾക്കെതിരെ നടപടിയെടുക്കണം, ഈ നേതാക്കൾക്കെതിരെ, പ്രാദേശിക നേതാക്കൾക്കെതിരെ, കൗൺസിലർമാർക്കെതിരെ നടപടിയെടുക്കണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അപ്പം ശോഭയെയും ലാക്കാക്കി തന്നെയാണ് സുരേന്ദ്രൻ നീങ്ങുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ശോഭ പിന്നീട് ആദ്യഘട്ടത്തിൽ ശോഭ ഒഴിഞ്ഞു മാറി പലതരം വ്യക്തിപരമായ കാരണങ്ങൾ പറഞ്ഞുവെങ്കിൽ പോലും പിന്നീട് ശോഭ അവിടെ വരികയും പ്രചാരണം നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അതൊക്കെ തന്നെ ഒരു കാട്ടിക്കൂട്ടലായിരുന്നു, ഒരു പ്രകടനപരതയായിരുന്നു, അതിനകത്ത് ഗൗരവമുണ്ടായിരുന്നില്ല. മാത്രവുമല്ല ശോഭാ സുരേന്ദ്രൻ അനുകൂലികളാണ് ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചത്. N. ശിവരാജനടക്കം ഒരു പക്ഷേ ശോഭാ സുരേന്ദ്രൻ അനുകൂലിച്ച് നിലകൊണ്ട ആളുകളാണെന്ന് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമായിരുന്നു. ഏതായാലും ഇത് വന്നതിന് ശേഷം പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ അടക്കമുള്ള ആളുകൾ സുരേന്ദ്രനെതിരെ അടക്കം രംഗത്ത് വന്നിരുന്നു. അങ്ങനെ വലിയ രീതിയിൽ പാലക്കാട്ടെ BJP-യിൽ മാത്രമല്ല സംസ്ഥാന BJP-യിലും ഒരു ആഭ്യന്തര കലാപമായി മാറാൻ പോകുന്ന ഒരു വിഷയമായി പാലക്കാട്ടെ തോൽവി മാറിയിരിക്കുന്നു. ആ മണിക്കൂറുകളിൽ സുരേന്ദ്രൻ നൽകിയ ന്യായീകരണം വെറും പൊള്ളയായ ന്യായീകരണമായിരുന്നു, അതിനകത്ത് ഗൗരവം ഉണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്.